പലപ്പോഴും നിലത്ത് നമ്മൾ കാലുകൾ മടക്കി വെച്ചിരുന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ചാരിയിരിക്കുന്ന സമയത്തോ കാലുകൾ മരവിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ? ചിലർക്ക് മുട്ടുകൾക്ക് താഴേക്കായിരിക്കും മരവിക്കുക, ചിലർക്ക് തുട മുതൽ താഴേക്ക് മരവിച്ചു പോകും. പിന്നെ എഴുന്നേറ്റ് നിന്ന് കുറേ സമയം കഴിഞ്ഞാൽ ഇത് നോർമൽ, ചിലപ്പോൾ കാലില്ല എന്നൊരു ഫീൽ വരെ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും ഈ ഒരു പ്രശ്നം വല്ലപ്പോഴും വന്നാൽ കുഴപ്പമില്ല, ചിലർക്ക് ഇത് വിട്ടുമാറാതെ വന്നു എന്ന് വരാം. എന്തുകൊണ്ടാണ് നമ്മുടെ കാലുകൾ ഇങ്ങനെ മരവിച്ചു പോകുന്നത് പറഞ്ഞുതരാം. നമ്മുടെ കാലുകളുടെ വശങ്ങളിൽ കൂടി പലപ്പോഴും എല്ലുകളോട് ചേർന്നായിരിക്കും കാലിലേക്കുള്ള രക്തക്കുഴലുകളും നാഡികളും പോകുന്നത്. പലപ്പോഴും നമ്മൾ കാലുകൾ നന്നായിട്ട് മടക്കി ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടിന്റെ ഭാഗത്തോ ഇല്ലെങ്കിൽ തുടയുടെ പുറകില് താഴേക്ക് വരുന്ന സയാറ്റിക് നെർവിനോവലും ഏതെങ്കിലും തരത്തിൽ ഈ എല്ലുകളോട് ചേർന്ന് ഈ പ്രഷറിൽ ഒരു കംപ്രഷൻ ഫീൽ ചെയ്യുക, അതായത് കാലിലേക്കുള്ള രക്ത ഓട്ടവും കാലിലേക്കുള്ള നാഡികളും ഒന്ന് വളരെയധികം പ്രസ്സായി പോകുന്ന ഒരു സാഹചര്യം വരാം. ഇത് കാലിലേക്ക് വല്ലാത്തൊരു മരവിപ്പ് അനുഭവപ്പെടാം. എന്നാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് സമയം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണ് കാലവിടെ ഇല്ല എന്നൊരു ഫീൽ വരും, വല്ലാണ്ട് മരവിച്ചു പോകും, പെട്ടെന്ന് നമ്മൾ ഭയന്ന് പോയി എന്ന് വരാം. എന്നാൽ ഒരു 15 മുതൽ 20 സെക്കൻഡിനകത്ത് കാലിൽ നമ്മൾ നിവർന്ന് നിൽക്കുമ്പോൾ ഈ പ്രഷർ മാറുകയും കാലിലേക്ക് രക്ത ഓട്ടവും നാഡികളുടെ സംവേദനവും കൃത്യമായിട്ട് തിരിച്ചു വന്നു എന്ന് വരാം. എന്നാൽ ഈ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു പ്രശ്നം വന്നിട്ട് ഒരു 15-20 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാറുന്നില്ല, കാല് ആ ഒരു ഭാഗത്തേക്ക് തളർന്നു പോകുന്നു, ഇല്ലെങ്കിൽ കാല് നിവർന്ന് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലോ നട്ടലിന്റെ ഭാഗത്തോ കാലിലേക്കുള്ള നാഡികളിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കംപ്രഷൻ, പലപ്പോഴും നട്ടലിൽ ഡിസ്കിന് എന്തെങ്കിലും ചെറിയ ചതവ് അല്ലെങ്കിൽ ഡിസ്ക് നാഡികളെ പ്രസ് ചെയ്യുന്നു, ഈ തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടോ എന്ന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിലത്തിരിക്കുമ്പോൾ പാദം മരവിച്ചു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓരോ 10 മിനിറ്റിലും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ പോസ്റ്റർ ഒന്ന് മാറ്റണം. ചമ്രം പണിഞ്ഞിരിക്കുന്നതിന് പകരം കാല് നീട്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുകയോ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ നെർവ് കംപ്രഷൻ വരുന്നതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക, പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ്.